സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഇതൊരു നവമി സ്പെഷ്യലായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 2 വഴുതിരിങ്ങ എടുത്തിട്ടുണ്ട്. വഴുതിരിങ്ങ എന്നും കത്തിരിക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഞാനിത് അത്യാവശ്യം നല്ല സൈസുള്ള വഴുതിരിങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇതിപ്പോൾ ഒരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള കറിക്കുള്ളതുണ്ട് കേട്ടോ ഈ ഒരു 2 എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. പക്ഷേ വലുത് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലുത് തന്നെ എടുക്കുക. എന്താ വെച്ചാൽ നമുക്ക് വലുത് വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് കാണാൻ ഒരു ലുക്കും കൂടി ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തണ്ടോടുകൂടി തന്നെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് ഇത് കാണാനുള്ള ഒരു ഭംഗി കൂടി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു തണ്ടുള്ളത് തന്നെ എടുത്തിട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് 2ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 2ലും തണ്ട് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഇതിൻ്റെ ഉൾഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇത് നല്ല സൈസുള്ളതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളിനി ഇതിൽ തേച്ച് പിടിപ്പിക്കുന്ന മസാലയൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ ഉൾഭാഗം വരെ. എന്നാൽ പുറത്തെ ആ ഒരു തൊലി കട്ടായി പോകാതെ ഇതിൻ്റെ ഉൾഭാഗം വരെ നന്നായിട്ട് ആഴത്തിൽ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ ആഴത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പക്ഷെ ഇതിൻ്റെ പുറം ഭാഗം അതിൻ്റെ തൊലിയിൽ ആ ഒരു കട്ടിങ് വരാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഇതേപോലെ ഓരോന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കാട്ടോ. ഒരു 10 മുതൽ ഒരു 15 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് ഈ ഒരു കത്തിരിക്ക വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് നമുക്കിതിൻ്റെ കുക്കിങ്ങിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊരു കറുത്ത കുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡർ എടുക്കുക. 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതേപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതേപോലെ പിഴിഞ്ഞ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി എടുത്താലും മതി. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ആ ഒരു മുളക് മസാല തയ്യാറാക്കുന്ന രീതിയിൽ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഈ ഒരു കത്തിരിക്കയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു കീറി വെച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല ഇറങ്ങി പോകണം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഈ ഒരു കത്തിരിക്ക എടുക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം മാത്രം നമുക്ക് ഇതേപോലെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മസാല തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇതിൽ നമ്മൾ കീറി വെച്ച് കൊടുത്തിട്ടുള്ള അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് ഈ ഒരു മസാല ഇറങ്ങി വരണമെങ്കിൽ നമ്മളിതൊരു 10 മുതൽ 15 മിനിറ്റ് വരെയെങ്കിലും മിനിമം അത്രയും സമയമെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതേപോലെ ഒന്ന് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം. ഒരു 15 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇതേപോലെ നല്ല കളറ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്തായാലും ആ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇതേപോലെ നല്ല കളറ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് നമുക്കിതിലേക്ക് കത്തിരിക്ക ഇതേപോലെ ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ എണ്ണയിലോട്ട് ഈ ഒരു വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കത്തിരിക്ക ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 1-1.5 മിനിറ്റ് വെച്ചതിന് ശേഷം തന്നെ നമുക്കിത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും.
അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിതിൻ്റെ ബാക്കി കാര്യം ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു പാൻ മാറ്റുന്നില്ല, ഇതിൻ്റെ ബാക്കി കാര്യം ചെയ്തെടുക്കുന്നത് ഈ ഒരു പാനിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കത്തിരിക്ക എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്കിത് ഇതിൽ കാണുന്നില്ല ഒരു കരിഞ്ഞതുപോലെ ഇതിൻ്റെ മസാല കുറച്ച് കിടപ്പുണ്ട്. അത് കരിഞ്ഞിട്ടില്ല, ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു പരുവത്തിൽ കിട്ടണം നമുക്ക്. അപ്പോൾ ആ ഒരു കരിഞ്ഞതുപോലെയുള്ള ആ ഒരു മസാല കംപ്ലീറ്റ് നമുക്ക് കോരി ഇങ്ങോട്ട് എടുക്കാം. കോരി അത് കളയരുത്, നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കണം. നമുക്കിതിൽ കറിക്ക് ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കത്തിരിക്കയുടെ ആ സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാം. നമുക്കിത് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മസാല നമുക്ക് വേണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഒരു എണ്ണയിൽ എനിക്കിപ്പോൾ ഇത് വഴറ്റിയെടുക്കാനുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനുള്ള എണ്ണ ഇതിലുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എണ്ണയിലോട്ട് നമുക്ക് ഉള്ളി, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 7-8 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ട് അതുകൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിൽ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഉള്ളി വഴറ്റുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഒരു 80% ഒന്ന് കുക്കായിട്ട് കിട്ടുന്നവരാണ് നമുക്ക് ഈ ഒരു സവാള വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു 3-3.5 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് ഈ ഒരു പരുവത്തിൽ സവാള റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് നല്ല ബ്രൗൺ കളർ ആവണ്ട. ഇതിപ്പോൾ ആ ഒരു മുളക് പൊടി മസാലയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കളറായിട്ടിരിക്കുന്നത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ല വലിപ്പമുള്ള ഒരു തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിവിടെ വഴറ്റിയെടുക്കുന്നത്. ഒരു 1-1.5 മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 മിനിറ്റോളം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് വഴറ്റിയതിന് ശേഷം പിന്നീട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു 1.5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു പകുതി ഭാഗത്തോളെങ്കിലും ഈ ഒരു തക്കാളി കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഈ ഒരു പരുവത്തിലായപ്പോൾ ഞാനിതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലപ്പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ മസാലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഗരം മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചിക്കൻ മസാലപ്പൊടിയിൽ തന്നെയാണ് കേട്ടോ ഒരു 2 ടീസ്പൂൺ അളവോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ മസാലപ്പൊടിയുടെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുക്കുന്ന സ്പൂൺ എന്ന് പറയുന്നത് ടീസ്പൂൺ അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ വലിയ സ്പൂണാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ കൂടെ മാത്രമേ നമ്മളിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ഞാൻ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലപ്പൊടി ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ ഈ ഒരു പച്ചച്ചുവയൊക്കെ മാറി വന്നതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഈ ഒരു കത്തിരിക്കയുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ആ ഒരു ബൗളിൽ ഉണ്ടായിരുന്ന കുറച്ച് മുളക് പൊടി ആ ഒരു മസാലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ കൂടുതലുണ്ടെങ്കിലും 1 ടേബിൾ സ്പൂൺ അളവോളം അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഒരു മസാല, ആ മൂത്തിട്ടുള്ള ആ ഒരു മസാല മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്ന വരെ, നന്നായിട്ട് അത് ഉടഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം, കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പിടി അളവിൽ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം, നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയമായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു അടുപ്പിൽ ഞാനിതാ ഇവിടെ ഒരു വാഴയിലാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഴയിലയുടെ മുകളിലായിട്ട് ഒരു സ്റ്റെം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെയും ആ ഒരു മസാല ഇതേപോലെ നിരത്തി കൊടുക്കണം. ഒരുപാട് മസാലയൊന്നും വേണ്ട, ഇങ്ങനെ ചെറുതായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി കൊടുത്താൽ മാത്രം മതി. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പകുതിയോളം മസാല എടുത്തിട്ട് ഇതേപോലെ ഇലയുടെ കുറച്ച് ഭാഗത്ത് അങ്ങും ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കത്തിരിക്ക ഓരോന്നായിട്ട് എടുത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾ എന്തായാലും ഒരു തവണയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എല്ലാ വീട്ടിലും ഉള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഞാനിതിവിടെ 4 കത്തിരിക്ക ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു മസാല കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. മസാല ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്റ്റെം കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 3 കാന്താരി മുളകും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാന്താരി ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ഒരല്പം ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2-3 പീസ് സവാള കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കെട്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മീനൊക്കെ പൊള്ളിക്കാനായിട്ട് കെട്ടി വെക്കുന്ന ആ ഒരു പരുവത്തിൽ കെട്ടി വെച്ചേക്കാം. നന്നായിട്ട് ഈ ഒരു വാഴനാര് തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നന്നായിട്ടൊന്ന് കെട്ടിയതിന് ശേഷം നമുക്കിത് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോഴേ ഇതിൻ്റെ ആ ഒരു കുക്കിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു വാഴയില ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും 10 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ തിരിച്ചിട്ടിട്ട് 10 മിനിറ്റ് ആയിട്ട് തുറന്നു നോക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ തിരിച്ചിട്ടിട്ട് ആ ഒരു 10 മിനിറ്റ് നേരത്തേക്കും കൂടെ കഴിയുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു കറിയുടെ. അപ്പോഴേ തന്നെ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇതേപോലെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കഴിക്കാൻ നേരം എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല ചൂടാണ് കേട്ടോ. ചൂടോട് കൂടിയാണെങ്കിലും തണുത്താലും നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കാനായിട്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു നവമി സ്പെഷ്യലായിട്ട് നോൺ വെജ് ഒന്നും ഇല്ലാതെ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി കൊടുക്കുക കേട്ടോ. അവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു പരുവത്തിൽ നമ്മൾ പാവയ്ക്ക വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.